Hello everyone. So in the last video we have started about H parameter model for the BJT, and in this video we'll discuss about the H parameter model of a common emitter configuration. Okay. So നമ്മളൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വരയ്ക്കുകയാണ് ഇവിടെ. സോ ഇവിടെ എന്തൊക്കെയാണ് വേരിയബിൾസ് നമുക്ക് വേണ്ടത്? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കറൻസ് ആൻഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ്. ഇതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. സോ ഹിയർ കോമൺ എമിറ്റർ ആകുമ്പം ഇൻപുട്ട് സൈഡ് ബേസ് ആയിരിക്കും, ഔട്ട്പുട്ട് സൈഡ് കളക്ടർ ആയിരിക്കും. So this is your input side, which is your base, and this is output side, which is the collector. Okay. Appo input current is IB and output current is IC. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനകത്ത് നമ്മുടെ I and IO എന്ന് പറഞ്ഞ കാര്യങ്ങൾ IBയും ICയുമാണ്. And input voltage is VB, that is VI അല്ലെങ്കിൽ V1 is VB and V2 is VC. So നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. IB is the input current, VB is the input voltage, IC is the output current and VC is the output voltage. So H parameter model for common emitter configuration അത് വെച്ച് നമ്മൾ വരയ്ക്കുകയാണ്. എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് വരച്ചു, ഔട്ട്പുട്ട് വോൾട്ടേജ് വരച്ചു, ആൻഡ് യു ഹാവ് HIൻ്റെ കൂടെ H11 ആണ് HI, അതിൻ്റെ കൂടെ കോമൺ എമിറ്ററിനെ സിഗ്നിഫൈ ചെയ്യാനാണ് ഈ പറഞ്ഞിരിക്കുന്നത് E എന്ന് പറഞ്ഞ നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ HR ഇൻറ്റു V2 ആയിരുന്നു, അതിന് പകരം HRൻ്റെ കൂടെ HR ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ HRE ഇൻറ്റു VC, VC ഈസ് V2 അല്ലെങ്കിൽ V0. ഇൻ I1ന് പകരം I1 അല്ലെങ്കിൽ IIക്ക് പകരം ബേസ് കറണ്ട് IB, IO ഔട്ട്പുട്ട് കറണ്ട് പകരം IC, HOൻ്റെ കൂടെ എമിറ്റർ എന്ന് സൂചിപ്പിക്കാൻ HOE, HFൻ്റെ കൂടെ എമിറ്റർ എന്ന് സൂചിപ്പിക്കാൻ HFE. ആൻഡ് ആ എക്സ്പ്രഷനെ നമ്മൾ കോമൺ എമിറ്ററിൻ്റെ ബേസിസിലേക്കാക്കി മാറ്റുകയാണ്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് കറണ്ട് വിച്ച് ആർ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് വിൽ ബി എ ഫങ്ഷൻ ഓഫ് ഇൻപുട്ട് കറണ്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓർ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുമ്പം I അല്ലെങ്കിൽ I ബേസ് ആണ്, VOക്ക് പകരം VC ആണ്. അതുപോലെ H11 HIക്ക് പകരം HIE ആണ്, H12ന് പകരം HRE ആണ്, H21ന് പകരം HFE ആൻഡ് H22ന് പകരം HOE. ഇനി എന്താണ് വേരിയസ് പാരാമീറ്റേഴ്സ്? വാട്ട് ഈസ് HIE അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ HI അല്ലെങ്കിൽ H11 is equal to HI എന്താണ്? is equal to VB by IB when VC is equal to constant. ഓക്കെ, VC കോൺസ്റ്റൻ്റ് ആക്കി നമ്മൾ നിലനിർത്തിക്കൊണ്ട് ഇറ്റ് ഈസ് ചേഞ്ച് ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ മൊത്തം നമ്മൾ ചേഞ്ച് മാത്രം നോക്കുകയാണെങ്കിൽ VC കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പം HI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ VB ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ IB. സിമിലർലി HRE എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ VB ബൈ ചേഞ്ച് ഇൻ VC when IB is a constant. ഓക്കെ, സിമിലർലി HFE, ഈ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ HFE എന്താണ്? HFE ഈസ് ചേഞ്ച് ഇൻ IC ബൈ ചേഞ്ച് ഇൻ IB കീപ്പിംഗ് VC കോൺസ്റ്റൻറ്റ്. സിമിലർലി HOE ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ IC ബൈ ചേഞ്ച് ഇൻ VC when IB ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻപുട്ട് കറണ്ട്, ഔട്ട്പുട്ട് കറണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞതിന് പകരം ഇൻപുട്ടിലുള്ള കറണ്ടും വോൾട്ടേജും എന്താണ്? IBയും VBയുമാണ്. ഔട്ട്പുട്ടിലുള്ള കറണ്ടും വോൾട്ടേജും ICയും VCയുമാണ്. ആ ടേംസിലോട്ട് അതിനെ മാറ്റി എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എല്ലാ കോൺഫിഗറേഷൻസിലുള്ള മൂന്ന് കോൺഫിഗറേഷൻസിലുള്ള പാരാമീറ്റേഴ്സ് നോക്കാം. ഷോ യു ദിസ് ഇസ് അബൌട്ട് കോമൺ എമിറ്റർ. കോമൺ എമിറ്ററിൻ്റെ ഫിഗറാണ് ഈ വരച്ചിരിക്കുന്നത്. ആ ഫിഗറിനനുസരിച്ചുള്ള എക്സ്പ്രഷൻസ്, വേരിയസ് ഇക്വേഷൻസ്, ദാറ്റ് ഈസ് ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് കറണ്ട് ഇക്വേഷൻ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത് സെയിം ആണ്. അതേ സാധനം തന്നെ കോമൺ ബേസിലുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കോമൺ ബേസിലെ ഫിഗർ, കോമൺ ബേസ് ആവുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക? എല്ലാ പാരാമീറ്റേഴ്സും സഫിക്സ് B കൂടെ വരും. കോമൺ ബേസ് ആണെന്ന് സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും കൂടെ സഫിക്സ് B വരുന്നു. അതേപോലെ ഇൻപുട്ട് എന്താണ്? കോമൺ ബേസ് ആകുമ്പോൾ ഇൻപുട്ട് എമിറ്റർ ആണ്, അപ്പോൾ VBക്ക് പകരം VE വരുന്നു. കറണ്ട് ഇൻപുട്ട് കറണ്ട് IE വരുന്നു. ഔട്ട്പുട്ട് IC, ഔട്ട്പുട്ട് വോൾട്ടേജ് IC തന്നെ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറ്റുന്നു. IBക്ക് പകരം ഇൻപുട്ട് കറണ്ട് IE ആയി മാറുന്നു.
അതേപോലെ ഐ സിക്ക് പകരം ഔട്ട്പുട്ട് കറണ്ട് ഐ സി തന്നെയാണ് ഇവിടെയും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജിന് പകരം എമിറ്റർ വോൾട്ടേജ് ആവുന്നു. ഇനി കളക്ടർ ആവുന്ന സമയത്തോ ഇക്വേഷൻസിലും അതിനനുസരിച്ചുള്ള ചേഞ്ച് വരുത്തുക. ദാറ്റ് ഇസ് ഐ ബിക്ക് പകരം ഐ ഇ, അതേപോലെ വി ബിക്ക് പകരം വി ഇ. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോമൺ കളക്ടർ. അതേപോലെ തന്നെയാണ് കളക്ടർ കോമൺ ആക്കി വയ്ക്കുന്ന സമയത്ത് ഇൻപുട്ട് ബേസാണ്, ഔട്ട്പുട്ട് എമിറ്ററാണ്. അപ്പോൾ ആ റേഞ്ചിൽ വരയ്ക്കുക. ഓക്കെ, കോമൺ കളക്ടർ എന്ന് സൂചിപ്പിക്കാനാണ് എച്ച് ഐ സി, എച്ച് ആർ സി, എച്ച് എഫ് സി, എച്ച് ഒ സി. ഔട്ട്പുട്ട് സൈഡിൽ എമിറ്റർ വരും, ഇൻപുട്ട് സൈഡിൽ ബേസ് വരും. ഇക്വേഷൻസും അതിനനുസരിച്ച് റീഅറേഞ്ച് ചെയ്തു. അത്രയേ ഉള്ളൂ. എല്ലാ പാരാമീറ്റേഴ്സിൻ്റെയും സഫിക്സിൽ നമ്മൾ ഏത് കോൺഫിഗറേഷനാണോ ഉദ്ദേശിക്കുന്നത് ആ കോൺഫിഗറേഷന് സഫിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യണത്. ബാക്കി ഇൻപുട്ട് ആ ബേസിക് ഇക്വേഷൻ, ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ടിൻ്റെ ബേസിക് ഇക്വേഷൻസിൽ ഏതാണോ പാരാമീറ്റേഴ്സ് അത് വെച്ച് റീപ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ ഏതാണോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അത് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. Okay, so these are the typical H parameter values for a transistor. Common emitter ആണെങ്കിൽ എച്ച് ഐൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1100. കോമൺ കളക്ടർ ആണെങ്കിൽ അത് തന്നെയായിരിക്കും. കോമൺ ബേസിൽ 22 ഉം, എച്ച് ആർ, എച്ച് എഫ്, എച്ച് ഒ. അപ്പം ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഈ എച്ച് ആർ ആൻഡ് എച്ച് എഫ് എന്താണ്? എച്ച് ആർ ആൻഡ് എച്ച് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദി ആർ വോൾട്ടേജ് റേഷ്യോസ് ആൻഡ് കറണ്ട് റേഷ്യോസ്. ഓക്കെ, analysis of transistor amplifier circuit using, one second, what is HR? HR is H12. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ എന്ത് നോക്കിയിട്ടുണ്ടായിരുന്നു? See, this is, ഒരു മിനിറ്റ് ഒന്നുകൂടെ കാണിക്കാം. HR is voltage ratio and HF is what? HF is current ratio. ഞാൻ പറഞ്ഞത് അതാണ്. അതേപോലെ HI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is resistance and HO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is admittance. So these are the various values. Next is analysis of transistor amplifier circuit using H parameter model. Okay. So this is ഒരു basic common emitter transistor ആണ്. അതിനകത്ത് ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ we are giving a signal. VS എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ സോഴ്സ് റെസിസ്റ്റൻസ് RS ഉണ്ട്. അതേപോലെ ലോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഇൻപുട്ട് V1 I1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു, ഔട്ട്പുട്ട് V2 I2. അതേപോലെ സോഴ്സിനൊരു RS ഉണ്ട്, ലോഡിലൊരു ZL. ഓക്കെ, നമ്മൾ ഇൻപുട്ടിലൊരു സിഗ്നലും കൊടുക്കുന്നുണ്ട്, ഔട്ട്പുട്ടിൽ ഒരു വോൾട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിസിൽ വരയ്ക്കുകയാണെങ്കിൽ സോഴ്സ് ഇവിടെ നേരത്തെ ഫിഗറിൻ്റെ കൂടെ സോഴ്സ് വോൾട്ടേജും ഇവിടെയുള്ള സോഴ്സ് വോൾട്ടേജും സോഴ്സ് റെസിസ്റ്റൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ ഇവിടെ നമ്മളൊരു ലോഡ് ആഡ് ചെയ്ത് കൊടുക്കും. ഇത്രയും ചേഞ്ച് ചെയ്യുള്ളൂ. ബാക്കി നേരത്തെ സെയിം ആണ്. എച്ച് ഐ ആണ്, എച്ച് ആർ, എച്ച് എഫ്, എച്ച് ഒ, V1, V2, I1 ആൻഡ് I2. നെക്സ്റ്റ്, വാട്ട് ഇസ് കറണ്ട് ഗെയിൻ? കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഇസ് ഐ എൽ ആണ് ഔട്ട്പുട്ട് കറണ്ട്, I1 ആണ് ഇൻപുട്ട് കറണ്ട്. IL/I1 ആണ് എന്ത്? കറണ്ട് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് IL? IL will be equal to minus of I2. സൈൻ നോക്കിയാൽ IL താഴോട്ടും I2 ലെഫ്റ്റിലേക്കുമാണ്. സോ യു ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് കറണ്ട് മാഗ്നിഫിക്കേഷൻ ഇസ് മൈനസ് ഓഫ് I2 by I1. ഫ്രം ദ സർക്യൂട്ട് വാട്ട് ഇസ് I2? നമ്മുടെ നേരത്തെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ I2ൻ്റെ ഇക്വേഷനാണ് ഫസ്റ്റ് എഴുതിയ ഇക്വേഷനാണ് I2 is equal to HF into I1 plus HO into V2. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യണേ? ആൻഡ് യു നോ വാട്ട് ഇസ് V2? എക്സ്പ്രഷൻ വാട്ട് ഇസ് V2? സെക്കൻഡറി വോൾട്ടേജ് V2 is equal to IL into ZL അല്ലേ? ആ IL എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് I2. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് I2 is equal to HF into I1 മൈനസ് വാട്ട് ഇസ് V2? ഈ V2ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് I2യുടെ ക്വാണ്ടിറ്റീസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് I2 into 1 plus ZL HO equal to HF into I1, or current magnification, that is I2 by I1 is HF by I1 plus ZL into H0. പക്ഷേ current magnification is not I2 by I1, it is IL by I1. IL എന്താണ്? It is minus I2. So current magnification is minus of HF by 1 plus ZL into H0.
ഇനി കോമൺ എമിറ്റർ, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ. ഈ 3 കേസിലും എന്താണ് ചേഞ്ച് വരുന്നത്? ചേഞ്ച് ഹാപ്പൻസ് ഓൺലി ഇൻ ദ കേസ് ഓഫ് സഫിക്സ് അല്ലേ? HFE, HFB, HFC. അതേപോലെ ZL ഇൻറ്റു HOE, HOB, HOC. കറണ്ട് മാഗ്നിഫിക്കേഷൻ എല്ലാത്തിലും സെയിം ആണ്. നെക്സ്റ്റ് ഇസ് ഇൻപുട്ട് ഇംപിഡൻസ് ZI. വാട്ട് ഇസ് ഇൻപുട്ട് ഇംപിഡൻസ്? ഇൻപുട്ട് ഇംപിഡൻസ് നമുക്ക് ആ ഫിഗർ തന്നെ ഒന്നുകൂടെ നോക്കാം. ഇൻപുട്ട് ഇംപിഡൻസ് ഇസ് വാട്ട്? ഇൻപുട്ട് ഇംപിഡൻസ് ഇസ് V1/I1 അല്ലേ? ദാറ്റ് ഇസ് V1/I1. V1ൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക. V1 ഇസ് HI ഇൻറ്റു I1 പ്ലസ് HR ഇൻറ്റു V2. ഇനി എന്താണ് ZI? V1/I1 അല്ലേ? ദിസ് ഇസ് V1. ഈ V1 ഡിവൈഡഡ് ബൈ I1 ചെയ്യാണ്. സോ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. HI പ്ലസ് HR ഇൻറ്റു V2/I1. V2ന് നമ്മൾ അഗെയിൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. V2 നമ്മൾ നേരത്തെ നോക്കി, ഇറ്റ് ഇസ് -I2 ഇൻറ്റു ZL. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആൻഡ് വാട്ട് ഇസ് -I2? കറണ്ട് മാഗ്നിഫിക്കേഷൻ ഇസ് -I2/I1 അല്ലേ? അപ്പോൾ കറണ്ട് മാഗ്നിഫിക്കേഷൻ്റെ ടേംസിലോട്ട് നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുകയാണ്. ഓക്കെ, ദാറ്റ് ഇസ് കറണ്ട് മാഗ്നിഫിക്കേഷൻ ഇൻറ്റു I1 ഇൻറ്റു ZL എന്ന് മാറ്റി എഴുതിയിട്ട് നമ്മൾ ഈ ZIനെ അതിൻ്റെ ടേംസിലേക്ക് മാറ്റുകയാണ്. HI പ്ലസ് HR ഇൻറ്റു AI ഇൻറ്റു I1 ZL/I1. I1 ക്യാൻസൽ ചെയ്ത് പോകും. സോ ദാറ്റ് ഇസ് ZI ഇസ് HI. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? HI പ്ലസ് HR AI ഇൻറ്റു ZL. ഇനി നമുക്ക് AIൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തെടുത്തു, അത് വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറ്റ് ലാസ്റ്റ് ZIൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടും. ZI ഇസ് ഈക്വൽ ടു HI മൈനസ് HF/HR/YL പ്ലസ് HO, വേർ YL ഇസ് 1/ZL. ഓക്കെ, ഇനി അതും കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് ഇസ് വോൾട്ടേജ് ഗെയിൻ. വാട്ട് ഇസ് വോൾട്ടേജ് ഗെയിൻ? ഇറ്റ് ഇസ് V2/V1. നമുക്കറിയാം V2 എന്താണ്? -I2 ഇൻറ്റു ZL നമുക്കറിയാം. ഇനി -I2/I1 അല്ലെങ്കിൽ IL/I1 നമുക്ക് കറണ്ട് മാഗ്നിഫിക്കേഷൻ ആണെന്നറിയാം. കറണ്ട് മാഗ്നിഫിക്കേഷൻ്റെ ടേംസിലോട്ട് നമ്മൾ മാറ്റുകയാണ്. ദാറ്റ് ഇസ് AI I1 ZL/V1. ഇനി എന്താ ചെയ്യുന്നത്? ഈ I1നെ താഴേക്കെടുത്ത് VI/I1 എഴുതുകയാണ്. ദാറ്റ് ഇസ് ZI. അതും കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ സെയിം ആണ്. നൊട്ടേഷനിൽ മാത്രമേ നമുക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഇസ് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്. ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ഇസ് Y0 വിച്ച് ഇസ് I2/V2 വിത്ത് VS ഈക്വൽ ടു 0 ആൻഡ് RL ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലേ? ഇൻഫിനിറ്റി പറയാൻ കാരണം ഓപ്പൺ സർക്യൂട്ടാണ്. ഫ്രം ദ സർക്യൂട്ട് നമുക്കറിയാം എന്താണ് I2. I2യുടെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. I2/I1 നമ്മൾ എഴുതുകയാണ്. ഒന്നുമില്ല, ജസ്റ്റ് VS ഈക്വൽ ടു 0 എന്നിട്ട് അവിടെ നമ്മളൊരു KVL അപ്ലൈ ചെയ്യുക ചെയ്യണേ. 1 സെക്കൻഡ്. VSനെ 0 വെച്ച് നമ്മൾ ഈ എക്സ്പ്രഷനിൽ ഒരു KVL അപ്ലൈ ചെയ്യുക ചെയ്യണത്. അപ്പം നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷനാണ് സി ദിസ് വൺ. ഓക്കെ, ദാറ്റ് ഇസ് RS ഇൻറ്റു I1 പ്ലസ് HI ഇൻറ്റു. നേരത്തെ കേസിൽ ഈ RS ഇൻറ്റു I1 ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ എക്സ്പ്രഷൻ ഇതായിരുന്നു. സോഴ്സ് വോൾട്ടേജ് 0 കൊടുക്കുകയും ചെയ്യാം നമ്മൾ. ഇനി അതിനകത്ത് എന്താ ചെയ്യണേ? I1നെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ്. I1/V2 എന്താണെന്ന് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം I2/V2 എന്നാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. ഇനി Y0ൻ്റെ ജസ്റ്റ് എക്സ്പ്രഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ Y0യുടെ വാല്യൂ കണ്ടുപിടിക്കുക ചെയ്യണേ. അത് കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ. സിമിലർലി വോൾട്ടേജ് ഗെയിൻ V2/VS ആണ് വോൾട്ടേജ് ഗെയിൻ. അതിനെ V2/V1 ഇൻറ്റു V1/VS എഴുതാണ്. V2/V1 AV ആണ്. AV ഇൻറ്റു സോഴ്സും കൂടി നേരത്തെ കണ്ടുപിടിച്ചിരുന്ന വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ V2/V1. അത് സോഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ശരിക്കും ഔട്ട്പുട്ട് ബൈ സോഴ്സ് എന്ന് വേണം. അപ്പം AV ഇൻറ്റു V1/VS. എന്താണ് V1? V1ൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എല്ലാം നമ്മൾ V1ൻ്റെ എക്സ്പ്രഷൻ നമ്മൾ മാറ്റി എഴുതുമ്പോൾ നമുക്ക് വോൾട്ടേജ് ഗെയിൻ ഇൻക്ലൂഡിങ് സോഴ്സിന് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. സിമിലർലി കറണ്ട് ആംപ്ലിഫിക്കേഷൻ നമ്മൾ സോഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കറണ്ട് ആംപ്ലിഫിക്കേഷനാണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് current amplification and voltage amplification including source. Okay, so rest we can discuss in the next video.